റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇതിന്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സി എഞ്ചിൻ എങ്ങനെയാണ് ഓയിൽ പമ്പ് സർക്കുലേഷൻ എങ്ങനെ വരുന്നത് എന്നുള്ളത്. അത് സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ വീഡിയോ കാണാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതാണ് ഇതിന്റെ ഓയിൽ സമ്പ് വരുന്നത്. ഓയിൽ ഇതിലേക്കാണ് ഒഴിക്കുന്നത്. നോക്കുക, ഇതിലേക്കാണ് ഓയിൽ ഒഴിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഹോള് വരുന്നത്. ഈ ഹോളിലൂടെ ഓയിൽ ഇതിനെ വലിച്ചെടുക്കും. ഈ ഹോളിലൂടെയാണ് ഓയിൽ പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് ഓയിൽ വലിച്ചെടുക്കുന്ന പമ്പുള്ളത്. ഈ ഓയിൽ വലിച്ചെടുക്കുന്ന പമ്പ് ഇവിടെയാണുള്ളത്. ഈ ഓയിൽ വലിച്ചെടുക്കും, നേരെ ഫിൽറ്ററിലേക്ക് പോകും. ഫിൽറ്ററിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ ഈ ഹോളിലേക്ക് വരും. ഇവിടെ ഒരു ഹോളാണ്, നോക്കുക. ഈ ഹോളിലേക്ക് വരും. ഇവിടെയാണ് ഫീഡ് പ്ലഗ്, ക്രാങ്കിലേക്ക് ഫീഡ് പ്ലഗ് പോണ ഇവിടെയാണ്. ഇതാണ് ക്രാങ്ക് വരുന്നത്. ക്രാങ്ക് ഇതിലൂടെ ഓയിൽ കയറിയതിന് ശേഷം നേരെ കണക്ടറോട് ഡ്രൈ ആക്കും, കണക്ടറോട് വെറ്റാക്കും. അത് ഓയിൽ വേണ്ട രീതിയിൽ ഓയിൽ സർക്കുലേഷൻ ആയതിനു ശേഷം ബാക്കി ഓയിലുകൾ, ആ വരുന്ന ഓയിൽ ശരിക്കും ഇതിൽ ഒലിച്ചിറങ്ങാൻ തുടങ്ങും. ഒലിച്ചിറങ്ങി ക്രാങ്ക് ഇറങ്ങുന്നതിനനുസരിച്ച് സിലിണ്ടർ ഹോളിലേക്ക് ശരിക്ക് ഓയിൽ സ്പ്രേ ചെയ്യും. അപ്പൊ അവിടേക്ക് ലൂബ്രിക്കേഷൻ ആവും. പിന്നെ ബാക്കി വരുന്ന അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓയിൽ നേരെ സ്റ്റോർ ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. ഇവിടെ സ്റ്റോർ ചെയ്ത് ഈ ഹോള് നോക്കുക, അവിടെ ഒരു ഹോള് കിടക്കുന്നുണ്ട്. ഈ ഹോളിലൂടെ തിരിച്ച് റിട്ടേൺ പമ്പ്, തിരിച്ച് ഇവിടെയാണ് റിട്ടേൺ പമ്പ് വരുന്നത്. ഇതാണ് റിട്ടേൺ പമ്പ് വരുന്നത്. റിട്ടേൺ പമ്പ് ഇതിലൂടെ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ, ഒരു ലെങ്ത്തിൽ ഫിൽറ്റർ വരുന്നത്. ആ ഫിൽറ്റർ ചെയ്തതിന് ശേഷം തിരിച്ചെടുത്തിട്ട് നേരെ റോക്കറിലേക്ക് വിടും. ഒരു ഇലക്ട്ര 5 സ്പീഡ് വണ്ടിയാണ്. സ്റ്റാർട്ടിംഗ് മോട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണ് സാധാ UC വണ്ടിക്ക് ഉണ്ടാവില്ല, സ്റ്റാൻഡേർഡ് സി എഞ്ചിൻ ഉണ്ടാവല്. പിന്നെ സാധാ സ്റ്റാൻഡേർഡിന് ഇലക്ട്ര 5 സ്പീഡിന് വരുന്നത് താഴെയാണ്. ഇതിന്റെ മോട്ടർ വരുന്നത് താഴെയാണുള്ളത്. ഈ താഴെ നേരെ റോക്കറിലേക്ക് പോകും. റോക്കറിലേക്ക് ഓയിൽ പോയി തിരിച്ച് ഇതിലെങ്ങനെ ഓയിൽ ഇറങ്ങി താഴോട്ട് വരും. താഴോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓയിൽ നിറഞ്ഞു കിടന്നിട്ട് ഒരു പരിധി കഴിഞ്ഞ ഓയിൽ ഇതിലൂടെ തിരിച്ച് ഓയിൽ സമ്പിലേക്ക് തന്നെ പോകും. അപ്പൊ ഇതാണ് ഇതിൽ ഓയിൽ സർക്കുലേഷൻ വരുന്നത്. അതിന്റെ ക്രാങ്ക് കേസിന് കണക്ടറോഡിന്റെ ഫ്ലോട്ടിംഗ് മിഷൻ നല്ലൊരു പ്രാധാന്യമുണ്ട്. കണക്ടറോഡ് വർക്ക് എടുക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. ഇത് ജാം ആവുമല്ലോ, ഫ്ലോട്ടിംഗ് മിഷൻ അടിക്കുന്നത് എന്തെങ്കിലും പാകപ്പോയി വന്ന ഓയിൽ പമ്പിംഗ് ഉണ്ടാവില്ല, വണ്ടി പാതി വൈകി നിൽക്കും ഹീറ്റായ സമയത്ത്. ഇത് അടുത്ത വീഡിയോ കൊണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.